ഏറ്റുമാനൂരിൽ പെൺമക്കളുമായി അഭിഭാഷക ജിസ്മോൾ ആത്മഹത്യ ചെയ്ത കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ജിസ്മോളുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്രൈംബ്രാഞ്ചിന്റെ രേഖകൾ കൈമാറാനും സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കാനും നിർദ്ദേശം. അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മുജ്തബ, വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, ഈ നിലവിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചില സംശയങ്ങളുണ്ട്. ഇത് കൊലപാതകമാണ് എന്നതുൾപ്പെടെയുള്ള ചില സൂചനകളുണ്ട്. അതുകൊണ്ട് നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നായിരുന്നു പിതാവിന്റെ ആവശ്യം. എന്തായാലും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കഴിഞ്ഞ തവണ പ്രോസിക്യൂഷൻ നിലപാട് തേടിയിരുന്നു. ഇന്നിപ്പോഴെന്തായാലും ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കൃത്യമായി തന്നെ ഒരാഴ്ചയ്ക്കകം നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും പിതാവിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അമൃത. ശരി മുസ്തഫ.